എൻ്റെ ഭർത്താവിനെ കൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല. പിന്നെ ഇത്തിരി പ്രയോജനമുള്ളത് ആ പയ്യനെ കൊണ്ടാ എന്നുള്ളത് കേട്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? പലതും തോന്നുമായിരിക്കാം. എന്നാൽ അതിൻ്റെ അകത്തൊളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ പറ്റിയാണ് ഇന്ന് ദർശന പറഞ്ഞത്. ഹായ് മാഡം, എൻ്റെ പേര് ദർശന. എനിക്ക് 28 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി. ഭർത്താവിന് ഡൽഹിയിലായിരുന്നു ജോലി. ഞാൻ ഇടയ്ക്കൊക്കെ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോകുമായിരുന്നു. ചേച്ചിയും ഡൽഹിയിൽ സെറ്റിൽഡാണ്. അങ്ങനെ ഒരു ട്രെയിൻ യാത്രക്കിടയിലാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ പരിചയപ്പെട്ടത്. അത് പ്രേമമായി, പിന്നെ കല്യാണാലോചനയായി. അങ്ങനെയാണ് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഡൽഹിയിൽ പോയി താമസിച്ചത്. അവിടെ എൻ്റെ ചേച്ചി ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം സപ്പോർട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഭർത്താവിന് അറിയാവുന്ന ഒത്തിരി ആളുകളും ഉണ്ടായിരുന്നു. കുറച്ച് വർഷം ഞങ്ങൾ അവിടെ കഴിഞ്ഞു. പക്ഷേ എന്തുകൊണ്ടോ ഞങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായില്ല. ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും നാട്ടിലെ വീട്ടിലുണ്ട്. പക്ഷേ എത്ര പറഞ്ഞാലും രണ്ടുപേരും ഇങ്ങോട്ട് വരില്ല. അമ്മായിമ്മയ്ക്ക് ട്രെയിൻ യാത്രയോ അല്ലെങ്കിൽ ഡൽഹിയോ ഒന്നും കാണണമെന്ന് ഒട്ടും ആഗ്രഹമില്ലാത്ത ടൈപ്പാണ്. ഭർത്താവിൻ്റെ അനിയത്തിയുണ്ട്. അവളെ കെട്ടിച്ചു വിട്ടിരിക്കുന്നത് വീടിനടുത്ത് തന്നെയാണ്. അവിടേക്ക് ഇടയ്ക്ക് പോയി നിൽക്കും, അത്ര മാത്രമേ ഉള്ളൂ. അമ്മായിച്ചനാണെങ്കിൽ എനിക്ക് തോന്നുന്നു അമ്മായിമ്മയേക്കാൾ ചെറുപ്പമാണ്. നല്ല ചുറുചുറുക്കുണ്ട്. അദ്ദേഹം ജോലി ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ്. ഭാഗ്യത്തിന് ഞാൻ ആ വീട്ടിൽ നിൽക്കാത്തത് കൊണ്ട് എനിക്ക് ആ വഴക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ ഭർത്താവ് എപ്പോഴും പറയും, ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ നാട്ടിൽ ചെല്ലുമ്പോഴും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കും. പിന്നെ മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾ ആ വീട്ടിൽ നിൽക്കാറില്ല. എവിടെയെങ്കിലും പോകാനുള്ളിടത്തൊക്കെ പോകും. അതുകൊണ്ട് ബിസിയായി പോകുന്നു. അല്ലെങ്കിൽ കണക്കാണെന്നറിയാം. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ അമ്മായിയും ഒരു ദിവസം വിളിച്ച് കരഞ്ഞു. എടാ, നിൻ്റെ അച്ഛൻ ഇറങ്ങിപ്പോയി. അങ്ങനെ ഇനി ഇങ്ങോട്ട് വരില്ലെന്നാണ് പറയുന്നത്. വേറെ ഏതോ പെണ്ണിൻ്റെ കൂടെ താമസിക്കാൻ പോയതാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഭർത്താവാണെങ്കിൽ സ്വന്തം അച്ഛനെ വിളിക്കുകയാണ്. വീട്ടിൽ അച്ഛനില്ല, അച്ഛൻ പിണങ്ങിറങ്ങിപ്പോയെന്നും. നേരത്തെ അങ്ങനെ പോയിട്ടില്ല. ഇത്രയും കാലം അടിയും വഴക്കൊക്കെ ആണെങ്കിൽ രണ്ടുപേരും കൂടി അവിടെ ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. ഇപ്പോൾ ദേ അച്ഛനെ കാണാനില്ല. പല സ്ഥലത്തും വിളിച്ച് അന്വേഷിച്ചു. പക്ഷേ അച്ഛൻ എവിടെയാണെന്ന് അറിയില്ല. അവസാനം ഹസ്ബൻഡ് പറഞ്ഞു, എടി നമുക്ക് നാട്ടിൽ പോകാം, അച്ഛനെ കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞു സാരമില്ല, അവിടെ നിങ്ങളുടെ പെങ്ങളുടെ ഭർത്താവൊക്കെ ഉണ്ടല്ലോ, അവരോട് പറഞ്ഞാൽ മതി. അച്ഛൻ എവിടെ പോകാനാണ്? ഇത്രയും വിദ്യാഭ്യാസം വിവരമുള്ള ആൾ. അവസാനം നാത്തൂൻ്റെ ഭർത്താവ് ഒത്തിരി ഇടത്ത് തിരക്ക് നടന്ന് അച്ഛനെ കണ്ടുപിടിച്ചു. അച്ഛൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. ഓൺ ആക്കി കഴിഞ്ഞപ്പോഴേക്കും ചോദിച്ചപ്പോൾ ഇനി സ്വന്തം വീട്ടിലേക്കില്ല, അവിടെ സഹിക്കാൻ പറ്റില്ല, ഞാനൊരു വാടക വീടെടുത്ത് ഓഫീസിനോട് താമസിക്കുകയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ എത്ര നിർബന്ധിച്ചിട്ടും പുള്ളി വന്നില്ല. അമ്മ വീട്ടിൽ തനിയാണ്. അതോടുകൂടി എന്നും അമ്മ എന്നെയും വിളിക്കും, ഭർത്താവിനെ വിളിക്കും. ഞാനിവിടെ തന്നെയാണ്, ഇത്രയും നാളായിട്ട് തന്നെ ജീവിച്ചിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി അവിടെ സുഖിക്കുകയാണോ? എനിക്ക് രാത്രി കിടക്കാൻ പേടിയാണ്. ആരെങ്കിലും വന്ന് എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അത്ര പ്രായമൊന്നും എനിക്കായിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, നിങ്ങളെ കണ്ടാൽ ആര് വരാനാണെന്ന്. അപ്പോഴേക്കും ഭർത്താവിനോട് വഴക്കുണ്ടാക്കി. അങ്ങനെ അമ്മയ്ക്ക് കൂട്ടിന് ആരെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് പല വഴിക്കും തിരഞ്ഞു. പക്ഷേ അങ്ങനെ ആരെയും കിട്ടാനില്ല ഞങ്ങളുടെ നാട്ടിൽ. പിന്നെ പണം കൊടുത്ത് നിർത്തേണ്ടി വരും. അതിപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ചിലവുണ്ട്. പിന്നെ അച്ഛൻ്റെ പൈസ തൊട്ട് അമ്മയ്ക്ക് കിട്ടുന്നുമില്ല. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചേട്ടൻ്റെ മകനുണ്ട്. ആ പയ്യൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുകയാണ്. പക്ഷേ അച്ഛൻ മരിച്ചു പോയതാണ്. പിന്നെ ഇപ്പോൾ രണ്ടാനമ്മയാണ് കൂടെയുള്ളത്. അവരുമായിട്ട് വല്ലാത്ത പ്രശ്നങ്ങളൊക്കെയാണ്. അവർ ഈ പയ്യനെ ഏതൊക്കെ വിധത്തിൽ വിഷമിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ കഥകൾ കേട്ടു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ചേട്ടൻ സുഹൃത്തിനോട് പറഞ്ഞു, എന്താണ് നിൻ്റെ ചേട്ടൻ്റെ മോനല്ലേ? എൻ്റെ ചേട്ടൻ്റെ മോനെ പോലെയുള്ളൂ. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, അവനെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് നിർത്താം. അമ്മയ്ക്കൊരു കൂട്ടുമാകും, സ്വസ്ഥമായിട്ട് പഠിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, അത് നല്ലതാടാ, എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യാമെന്നോർത്ത് ഞാൻ നിൽക്കുകയായിരുന്നു. പണമൊക്കെ അവന് പഠിക്കാനുള്ളത് ഞാൻ കൊടുത്തേക്കാം. എന്തായാലും നിൻ്റെ അമ്മയോട് നിന്ന് കഴിഞ്ഞാൽ എനിക്കും സന്തോഷമാണ് എന്ന് പറഞ്ഞ് അത് അറേഞ്ച് ചെയ്തു. ചെക്കനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മുഖശ്രീയുള്ള ഐശ്വര്യമുള്ളൊരു കൊച്ചു പയ്യൻ. എൻ്റെ കൊച്ചുമക്കളെ പോലെയുള്ളൂ. പിന്നെ ഇത്രയും സുന്ദരന ഒരു ചെറുക്കനെ ദ്രോഹിക്കുന്ന രണ്ടാനമ്മ, അവളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ തെരണ്ടി വാലിന് അടിക്കണം എന്ന് പറഞ്ഞ് അമ്മ ഫോണിൽ കൂടി ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി. കാര്യം അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ കൂട്ടിന് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമാകും. ആരെക്കുറിച്ചും അത്ര നല്ല അഭിപ്രായം അമ്മയ്ക്കില്ല. പക്ഷേ ഇവനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൊച്ചുമോൻ്റെ പ്രായമല്ലേ, ഇഷ്ടപ്പെടും. അതിനിടയ്ക്ക് ഞങ്ങൾ നാട്ടിലൊന്ന് വന്നു. ഒരു 15 ദിവസത്തേക്ക്. ചെക്കനെ ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ചു. ഞാൻ കണ്ടിട്ടില്ല അവനെ നേരത്തെ, എൻ്റെ ഹസ്ബൻഡ് കണ്ടിട്ടുണ്ട്. അമ്മായിമ്മ പറഞ്ഞത് കറക്റ്റാണ്. മുഖശ്രീയുള്ള പയ്യൻ,
കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ വരച്ചു വെച്ചേക്കുന്ന പോലെ പെർഫെക്റ്റ്. ഇവൻ ഇനിയും സുന്ദരനായി തീരാനുള്ള എല്ലാ ചാൻസുമുണ്ട്. രണ്ടാനമ്മയ്ക്ക് കണ്ണില്ലേ, എന്തിനീ കൊച്ചു പയ്യനെ ദ്രോഹിക്കുന്നു എന്നൊക്കെ ഞാൻ ഓർത്തു. നല്ല സ്വഭാവം, അനുസരണയുണ്ട്. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെന്നപ്പോഴേക്കും ശരിയായി മനസ്സിലാക്കി അവൻ ഓരോന്നും ചെയ്യുന്നു. എൻ്റെ അമ്മായിമ്മയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല, വളരെ സന്തോഷം. അത് കണ്ട് വളരെ സമാധാനപരമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അമ്മായിമ്മ ഓരോന്ന് പറയാൻ തുടങ്ങി. അത് അച്ഛൻ പൈസ കൊടുക്കുന്നില്ല, അച്ഛൻ നല്ല സാലറി ഉണ്ട്, അതുകൊണ്ട് അമ്മ വഴക്കുണ്ടാക്കിയാലും അടിച്ച് പൊളിച്ച് കഴിഞ്ഞിരുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, പിണങ്ങിയതിൽ പിന്നെ പുള്ളി പണം കൊടുക്കില്ല. അപ്പം ഞങ്ങൾ കൊടുക്കുന്നത് കൊണ്ടൊന്നും അമ്മയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. ഞങ്ങൾ ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നാട്ടിൽ വാ, ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അങ്ങേരും വന്ന് ഇവിടെ നിന്നോളും. ഞാനും ഈ പയ്യനും ഉള്ളപ്പോഴാണ് ഇങ്ങോട്ട് വരാത്തത്. നിങ്ങൾ വന്ന് സമാധാനിപ്പിക്കുക. ഇനി നാട്ടിൽ വന്ന് താമസിക്കൂ. ഇവിടെ നിന്നാൽ കുട്ടികളും ഉണ്ടാകും, അവിടെ പൊള്യൂഷനാണ്, അതുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാത്തതെന്ന് അമ്മ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും അത് കെട്ടിച്ചിരിച്ചു. അച്ഛനെ വിളിച്ചു ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ വരികയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഉണ്ടെങ്കിൽ വരാം, ഇല്ലെങ്കിൽ അവളുടെ ആട്ടും മുഖവും ഒന്നും കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചെല്ലുന്നില്ലെന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ കുറേ ആലോചിച്ചു. പിന്നെ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എടാ ജോലിയുടെ കാര്യമാണെങ്കിൽ നീ വിഷമിക്കേണ്ട കാര്യമില്ല, നിനക്കിവിടെ എന്ത് ബിസിനസ്സാണ് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള പണമൊക്കെ ഞാൻ തരാം, എൻ്റെ കയ്യിലുള്ള കാശുണ്ട്, ഇങ്ങ് വരൂ എന്ന് പറഞ്ഞു. പിന്നെ ഹസ്ബൻഡ് നാട്ടിലുള്ളൊരു ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങേരും ഭർത്താവും കൂടി ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ പറ്റി പറഞ്ഞു. അത് അയാളുടെ ജില്ലയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛന് സമ്മതം. അച്ഛൻ പറഞ്ഞ തുകയിലും കൂടുതൽ തരാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എങ്കിൽ പിന്നെ നമുക്ക് നാട്ടിൽ പോയി ജീവിക്കാം, അതല്ലേ നല്ലതെന്ന്. അങ്ങനെ ഞങ്ങൾ കൂടും കുടുക്കയും എടുത്ത് കേരളത്തിലേക്ക് വന്നു. വീട്ടിൽ നിൽക്കുന്ന പയ്യനെ എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അവനെ പതുക്കെ ഏതെങ്കിലും നല്ലൊരു ഹോസ്റ്റലിലേക്ക് ആക്കണം, കുറച്ച് ചിലവൊക്കെ നമ്മൾ നോക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. നാട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു, എന്തായാലും അവനൊരു മുറിയുണ്ട്, ആ മുറി വേറെ ആരും യൂസ് ചെയ്യണ്ട, ഇവിടെ ഇഷ്ടംപോലെ മുറികളുണ്ട് എല്ലാവർക്കും താമസിക്കാൻ, അവനൊരു കോണിൽ താമസിച്ചോളും, അവനെ ഹോസ്റ്റലൊന്നും ആക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അച്ഛനെ ഞങ്ങൾ പോയി പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ തിരിച്ചു വന്ന അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും റീൽസിലൊക്കെ കാണത്തിൽ ആ ആ എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു അമ്മ തല വെട്ടിച്ച് അകത്തേക്ക് കയറിപ്പോയത്. ഈ വീട്ടിൽ 3 ബെഡ്റൂമുകൾ താഴെയുണ്ട്, മുകളിൽ ഒന്നുണ്ട്, അത് ഗസ്റ്റ് റൂമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, താഴെ എന്തായാലും ഞാൻ താമസിക്കുന്നില്ല, ഞാൻ മുകളിൽ താമസിക്കാം. അവിടെ TV ഒക്കെ സെപ്പറേറ്റ് വാങ്ങിച്ച് അച്ഛൻ അവിടെ തന്നെ ഇരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമേ താഴേക്ക് ഇറങ്ങി വരികയുള്ളൂ, അല്ലെങ്കിൽ അമ്മയുമായി വഴക്കുണ്ടാകും. പിന്നെ ഒരു ബെഡ്റൂമിൽ ഞാനും ഹസ്ബൻഡും, ഒരു ചെറിയ ബെഡ്റൂമുണ്ട്, അവിടെ അർജുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കുന്ന പയ്യൻ്റെ പേരാണേ. പിന്നെ അമ്മായിമ്മയുടെ ബെഡ്റൂമിൽ, അത് വലിയൊരു ബെഡ്റൂമാണ്, അവിടെ റാണിയെ പോലെ വാഴുന്നു. പിന്നെ അച്ഛൻ തിരിച്ചു വന്നാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പണം എൻ്റെ കയ്യിലാണ് തരുന്നത്. അമ്മയ്ക്ക് ഒരു 10,000 രൂപ സെപ്പറേറ്റ് കൊടുക്കും അമ്മയുടെ ചിലവിന്. അമ്മയ്ക്ക് അത് ആദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നീട് അമ്മയ്ക്ക് മനസ്സിലായി അതാണ് നല്ലത്. അത് സേവ് ചെയ്യുകയോ അടിച്ചു പൊളിക്കുകയോ എന്തെങ്കിലും ചെയ്യാം. ഭർത്താവിനെ മുഖാമുഖം കാണുകയും വേണ്ട, ആകെ കൂടി പരമസുഖം. പിന്നെ അമ്മയുടെ ഒരാവശ്യത്തിനും അമ്മ ആരെയും വിളിക്കാറില്ല, എല്ലാം അർജുൻ ചെയ്തോളും. അവനാണ് അമ്മയുടെ ചിങ്കിടി, അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തും. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു തലവേദനയുമില്ല. അവൻ്റെ കൂടെ അമ്പലത്തിൽ പോവുകയോ പല പരിപാടികളും ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ ഭർത്താവിന് അവനോട് നല്ല വാത്സല്യമുണ്ട്. അവനാണെങ്കിൽ നമ്മൾക്കാർക്കും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു രീതിയിലും പെരുമാറുകയില്ല, അവൻ്റെ സോണിൽ നിൽക്കുകയും ചെയ്യും. അമ്മയോട് മാത്രമേ ഉള്ളൂ അവന് അമിതമായ സ്വാതന്ത്ര്യം, അല്ലാതെ നമ്മളോടൊക്കെ അവൻ വളരെ ബഹുമാനമാണ്. അതുകൊണ്ട് എനിക്കും അവൻ ആ വീട്ടിൽ നിൽക്കുന്നതിൽ ഒരു പ്രശ്നം തോന്നിയില്ല. അമ്മായിച്ചിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയില്ല, എങ്കിലും അവനോടധികം മിണ്ടാറില്ല. ഒരു ദിവസം എൻ്റെ അമ്മായിമ്മയുടെ ഏറ്റവും ഇളയ അനിയത്തി അവിടെ വന്നു. കുഞ്ഞും വന്നിരുന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറയുകയാണ്, ഓ എനിക്കെന്താ എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഒരു ഗുണവുമില്ല, പിന്നെ ഈ കൊച്ചു പയ്യനുള്ളത് കൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നു. എനിക്ക് മക്കളുണ്ടായിട്ടും കാര്യമില്ല, മരുമക്കളുണ്ടായിട്ടും കാര്യമില്ല, എൻ്റെ പൊന്നു മോളെ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞമ്മയുടെ തോളിലേക്ക് ചാഞ്ഞ് മുതലക്കണ്ണീരൊഴുക്കുന്നു. ഇവരിത്രയ്ക്കും കരയാൻ ഇവിടെ എന്ത് സംഭവിച്ചു? സ്വന്തം ഭർത്താവിനോട് വില്ലനെ പോലെ പെരുമാറുന്നു, എന്നിട്ട് ഇവർ കരയുകയും ചെയ്യുന്നു. ആക്ച്വലി എൻ്റെ അമ്മായിച്ചൻ പാവമാണ്, അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഇവരാണ്.
ഞാൻ ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചു, ഒന്നും പറയാൻ പോയില്ല. പിന്നെയും കാര്യങ്ങൾ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മായിമ്മ കുഞ്ഞമ്മയോട് പറയണം, പിന്നെ ഇവിടെ ഇപ്പോൾ മരുമോളേതാ, അങ്ങയുടെ ഭാര്യ ഏതാ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. മരുമോളെയാണ് പണമെല്ലാം ഏൽപ്പിക്കുന്നത്. എനിക്ക് റേഷൻ പോലെ കുറേ കാശ് ഇവിടെ കയ്യിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ ഞാൻ ജീവിച്ചു പോകുന്നു. ഞാനിപ്പോൾ പൊട്ടിത്തെറിച്ചു. അമ്മ ഇത്തിരി മുമ്പ് പറഞ്ഞല്ലോ, മരുമക്കളില്ല, ഭർത്താവില്ല, ആരുമില്ല, അമ്മ ചെക്കനുള്ളത് കൊണ്ട് ജീവിച്ചു പോകുന്നത്. ശരിയാണ്, അവനെക്കൊണ്ട് നല്ല സഹായമുണ്ട് എന്ന് വെച്ച് പണം തരുന്നത് സ്വന്തം ഭർത്താവ് തന്നെയല്ലേ? അങ്ങനെ വെറുപ്പിക്കുന്ന വർത്തമാനം പറയുന്നു. എങ്കിലും അങ്ങനെ 10,000 രൂപ മാസം തരുന്നുണ്ട്. അത് വാങ്ങി അമ്മ എന്തിനെങ്കിലും ചിലവാക്കുന്നുണ്ടോ? സമ്പാദിച്ച് സുഖിച്ചിവിടെ കഴിയുകയാണ്. എല്ലാം തരുന്ന പുരുഷന്മാരോട് ഇത്തിരി ബഹുമാനമൊക്കെ ഉണ്ടായിരിക്കേണ്ടത് നല്ലതാണ്. അല്ലാതെ അച്ഛനെ ഇറിറ്റേറ്റ് ചെയ്യരുത്. പിന്നെ അമ്മ ഈ തോന്നിയാസം പറയരുത്. ഇവിടെ ഭാര്യ ആരാ മരുമോളാരാ എന്നറിയാത്ത അവസ്ഥയാണെന്ന്. അച്ഛന് നല്ല വിദ്യാഭ്യാസമുണ്ട്, ഉയർന്ന പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആളാണ്. പുള്ളിക്കറിയാം അമ്മയാരാ, മകനാരാ, മരുമോളാരാന്ന്. ഇങ്ങനെയുള്ള വർത്തമാനം അമ്മ പറയരുത്. ഇത് വളരെ ചീപ്പാണ്. അപ്പോൾ അമ്മായിമ്മ അനിയത്തോട് പറയുകയാണ്, കണ്ടോ അവൾ കിടന്ന് അഗ്നിപർവ്വതം പൊട്ടി ലാവ തിളയ്ക്കുന്ന പോലെ തിളയ്ക്കുന്നത്. അമ്മാച്ചനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൾക്കൊട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എല്ലാം നോക്കി നടത്താൻ വേണ്ടിയിട്ട് അയാളല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കണക്കായിപ്പോയി. അമ്മയുടെ പിടിപ്പിക്കൽ കൊണ്ടാണ് ഈ വീട്ടിൽ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചത്. അച്ഛനൊരു പാവമാണെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നെ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ തിരിച്ചു പറഞ്ഞു. പിന്നെ കുഞ്ഞമ്മ സമാധാനിപ്പിച്ചു. അവർ പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നെയും ചന്ദ്രഹാസം ഇളകിക്കൊണ്ട് അമ്മായിമ്മ എൻ്റെ അടുത്ത് വന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിനെ നന്നായി മാനേജ് ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങളത് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ തോന്നി വഴിക്ക് പോകുന്നു. അതിന് എൻ്റെ പേരിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എടീ, പൂത്ത പണമുള്ള അങ്ങനെ ടാർഗറ്റ് ചെയ്താണ് നീയും എൻ്റെ മോനും കൂടെ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തത് എനിക്കറിയാം. നിങ്ങളല്ലേ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇപ്പോൾ അങ്ങനെയായോ? അച്ഛൻ തരുന്ന പണം കൊണ്ട് അവിടെ കാണാം നന്നായി ജീവിക്കുക, അതായിരിക്കും നല്ലത്. അല്ലാതെ വഴക്കിടാൻ വന്നു കഴിഞ്ഞാൽ ഉള്ളതും കൂടെ പോകും എന്ന് ഞാനും പറഞ്ഞു. എടീ, നിൻ്റെ ഇളക്കവും ചാട്ടവും അച്ഛ എന്നുള്ള വിളിയൊക്കെ കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, കിളവനെ നീ കറക്കിയെടുക്കാനാണെന്ന്. കറക്കിയെടുത്തോടി. എത്ര നാളാന്ന് ആർക്കറിയാം. ചിലപ്പം ഞാൻ കറക്കിയോ ചുഴറ്റിയോ ഒക്കെ എടുത്തെന്നിരിക്കും. നിങ്ങൾക്കെന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് വേണ്ടല്ലോ. ഉപേക്ഷിച്ച കാര്യങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നിങ്ങൾക്കെന്താണ്? നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ. ചെല്ലടി, ചെന്ന് കയറിക്കൊടുക്ക്. ഇത്രയും നാളുള്ള നിൻ്റെ കുഴപ്പങ്ങളൊക്കെ തീരും. പിന്നെ അത് മാത്രമല്ല, ഫ്രീ ആയിട്ട് വല്ല അസുഖങ്ങളും കിട്ടും. പിന്നീട് പോയി ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്യേണ്ടി വരും. 100,000 സഖിമാരുള്ള കിഴവനത്. നിനക്കങ്ങനെ ഹിസ്റ്ററി അറിയില്ല. അങ്ങനെ അടുപ്പിക്കാൻ കൊള്ളില്ലെന്ന് മനസ്സിലായ ശേഷമാണ് ഞാൻ അകന്നത്. അച്ഛൻ അങ്ങനെ ഒരു സ്വഭാവമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം രാവിലെ കൃത്യസമയത്ത് പോകുന്നു, കൃത്യസമയത്ത് തിരിച്ചു വരുന്നു. ഇങ്ങനെയുള്ള ആളുകൾ വഴിതെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അച്ഛൻ അങ്ങനെയല്ല, കറക്റ്റ് ഡിസിപ്ലിൻ സൂക്ഷിക്കുന്ന ഒരാളാണ്. അമ്മയ്ക്ക് സംശയരോഗമാണെന്ന് ഞാൻ പറഞ്ഞു. അച്ഛൻ ഈ കഥകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും പിന്നെ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ മൈൻഡ് ചെയ്തില്ല. എന്തായാലും ഇനി പൊരുതേണ്ടി വരുമെന്ന് എനിക്ക് മനസ്സിലായി. ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, നിനക്ക് പറയാനുള്ളത് നീ പറ, നിന്നെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞതുകൊണ്ട് ആ ലൈസൻസ് എനിക്ക് കിട്ടി. പിന്നെ പുള്ളിക്കാരൻ മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ ഇല്ല, വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ. അവരെ കണ്ണൂർ നല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അത് സക്സസ്സുമാണ്, ഒരു പ്രശ്നവുമില്ല. പ്രതീക്ഷിച്ച പോലുള്ള പ്രോഫിറ്റ് വരുന്നതുകൊണ്ട്, പണം അത്യാവശ്യം വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സന്തോഷക്കുറവ് ഒന്നുമില്ല. സമാധാനപരമല്ലാത്ത ജീവിതത്തിൽ നിന്നും നല്ല ഭക്ഷണം, നല്ല സുഖം, ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴേക്കും അർജുന് അസാധാരണമായ മാറ്റം വന്നു. സത്യം പറഞ്ഞാൽ ഇതേതായി പയ്യൻ, സിനിമാ നടനെ പോലെ ഉണ്ടല്ലോ എന്ന ആളുകൾ ചോദിക്കുന്ന നിലയിൽ വരെ എത്തി കാര്യങ്ങൾ. ഒരു ദിവസം അമ്മായിയും അവനോട് ദേഷ്യപ്പെടുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നീ PG വരെ ഇവിടെ കാണും. അത് കഴിഞ്ഞ ശേഷം വല്ല ജോലിക്ക് പോയി എല്ലാം ശരിയാക്കിക്കോണം. പിന്നെ പ്രേമം, അത് ഒരിക്കലും ഞാൻ അനുവദിക്കില്ല. നീ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രേമിക്കുക, അത് നടക്കുന്ന കാര്യമല്ല. എനിക്ക് കിട്ടുന്നതിൽ പാതി ഞാൻ നിനക്കാണ് തരുന്നത്. പിന്നെ എൻ്റെ പറമ്പിലെ വരുമാനം ഇപ്പം കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്, അത് ഞാൻ നിനക്ക് തരും. നീ മര്യാദയ്ക്ക് നിന്ന് പഠിച്ചോണം. പെണ്ണുങ്ങളെ നോക്കുകയോ സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞ് പെണ്ണുങ്ങളുടെ പുറകെ പോവുകയോ എന്തെങ്കിലും വാർത്ത ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വാങ്ങിച്ചെന്ന ഫോൺ ഉൾപ്പെടെ എല്ലാം ഞാൻ തല്ലി പൊട്ടിക്കും. മനസ്സിലായോടാ എന്നൊക്കെ ചോദിക്കുന്നു. ചെക്കൻ തലയാട്ടുന്നു. അമ്മായിമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല. എന്നെയും അമ്മായിച്ചിനെയും ചേർത്ത് പറഞ്ഞില്ലേ, അതിൽ പിന്നെ ഞാൻ ഇത്തിരി അകലമിട്ടാണ് നിൽക്കുന്നത്. ഒരു ദിവസം അമ്മായിച്ചൻ ഓഫീസിൽ പോയി, പിന്നെ ചെക്കൻ കോളേജിലും പോയി. ഞാനാണെങ്കിൽ രാവിലെ അമ്പലത്തിലൊന്ന് പോയാലോന്ന് വിചാരിക്കുന്നു. അന്ന് വെള്ളിയാഴ്ചയാണ്. ഞാൻ പോകാനൊരുങ്ങി. അപ്പോൾ അമ്മ ചോദിച്ചു, എടി എവിടെ പോകുകയാ? ഞാൻ പറഞ്ഞു, കൃഷ്ണൻ്റെ അമ്പലത്തിൽ. എപ്പോൾ തിരിച്ചു വരും? ഞാൻ പറഞ്ഞൊരു 12:30 കഴിയും. കാര്യം അവിടെ വരെ പോയിട്ട് വരണ്ടേ? എങ്കിൽ ഒരു കാര്യം ചെയ്യുക, നീ അവിടെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഇല്ലേ, അവിടുത്തെ ഊണ് എനിക്കൊന്ന്
പാഴ്സൽ വാങ്ങിക്കൊണ്ട് തരാമോ? അതെന്തിനാ അമ്മേ? ഇവിടെ ചോറ് വെച്ചിട്ടില്ലേ? അതിലടി എനിക്ക് കഴിക്കാൻ തോന്നുന്നു. നീ ഒന്നോ രണ്ടോ ഊണ് വാങ്ങിക്ക്. എന്തിനാ രണ്ട്? അത് ചെക്കൻ കോളേജിൽ നിന്ന് വരുമ്പോൾ അവനെ കഴിക്കാമല്ലോ. ചിലപ്പോൾ അവൻ നേരത്തെ വന്നേക്കും. ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ട്. അതെല്ലാം കളയാനുള്ള പുറപ്പാടാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും ആട്ടെ. അങ്ങനെ പൈസ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു 12:30 ആകാതെ അവിടെ ചോറില്ലല്ലോ. ജസ്റ്റ് ഞാൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് എപ്പോൾ ഊണ് റെഡിയാകുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഇപ്പം തന്നെ റെഡിയായെന്ന്. അതുകൊണ്ട് ഞാൻ 12 മണിയായപ്പോഴേക്ക് വീട്ടിൽ തിരിച്ചു വന്നു. ഞാൻ പതുക്കെ ഡോറ് തുറന്നകത്ത് കയറി. അമ്മയുടെ മുറിയിൽ അമ്മയുണ്ട്. കാര്യം ലൈറ്റും ഫാനും ഒക്കെയുണ്ട്. ഞാൻ പെട്ടെന്ന് അത് തുറന്നു. അമ്മയ്ക്ക് ചോറ് കൊണ്ട് കൊടുക്കാമല്ലോ, പാഴ്സൽ വാങ്ങിച്ചത് എന്ന് വിചാരിച്ചിട്ടാണ്. വിളിക്കണമെന്ന് തോന്നിയില്ല. ഞാൻ തുറന്നപ്പോൾ കണ്ട കാഴ്ച എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തതാണ്. ചെക്കിന് വേണ്ടി വായനയിൽ PhD എടുക്കുന്ന ഒരമ്മയാണ് ഞാൻ കണ്ടത്. എന്നെ കണ്ട് രണ്ടുപേരും ഞെട്ടി. ഞാനിപ്പോൾ വരുമെന്ന് അവർ വിചാരിച്ചില്ല. ഒരു മണി 1:30 ആകുമെന്ന് അവർ വിചാരിച്ച് കാണുമായിരിക്കും എന്നെനിക്ക് തോന്നി. അവർക്ക് രണ്ടുപേർക്കും മിണ്ടാട്ടമില്ല. കുറ്റവാളികളെ പോലെ രണ്ട് സൈഡിലേക്ക് മാറി നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഈ വീട്ടിൽ എന്തായി നടക്കുന്നത്? ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായി ഓടി വന്ന്, എൻ്റെ പൊന്നുമോളെ, എടി നീ ഇതാരോടും പറയരുത്, അച്ഛനോടും പറയരുത്, പിന്നെ നിൻ്റെ ഭർത്താവിനോട് പറയരുത്. ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ ആരോട് പറയണം? എങ്കിൽ പിന്നെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടേക്കാം, നാട്ടുകാരെല്ലാം അറിയട്ടെ. മോളെ, നീ പ്രശ്നമുണ്ടാക്കരുത്, അറിയാൻ സംഭവിച്ചു പോയതാണ്. പിന്നെ അറിയാതെ സംഭവിക്കാൻ നിങ്ങൾ രണ്ടുപേരും ഉള്ള കുട്ടികളല്ലേ. ചെക്കൻ്റെ കാര്യം അങ്ങ് പോട്ടെ. നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ? സ്വന്തം ഭർത്താവിനെ വഴക്ക് പറയുന്നു, പിന്നെ എന്നെയും ചേർത്ത് പറയുന്നു, എന്തൊക്കെയോ രോഗം വരുമെന്ന് പറയുന്നു. അപ്പം അമ്മ അന്നേരം ചാടിത്തുള്ളിയത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. സ്വന്തം കളത്തിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ ഒരു ചാട്ടം. കള്ളികളാണല്ലോ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് എന്ന് പറഞ്ഞ് ഞാൻ മൂക്കത്തെ വിരൽ വെച്ചു. അപ്പോഴേക്കും അർജുൻ വന്ന് പറഞ്ഞു, ചേച്ചി പ്ലീസ് ഇതാരോടും പറയരുത്, പിന്നെ അറിയാതെ സംഭവിച്ചു പോയതാണ്. എടാ, നിനക്കറിയില്ലേ ഇവിടെ സ്ഥാനവും മാനവും ഒക്കെ? നീ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴുതി വീണത്? അത് അറിയാതെ പറ്റിപ്പോയതാണ്. എന്നോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്നേഹം അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ സ്നേഹം അറിയാത്തത് ഇപ്പോൾ മരിച്ചുപോയ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയൊക്കെ അല്ലേ? ഇത് അമ്മയുടെ സ്നേഹമോ അമ്മൂമ്മയുടെ സ്നേഹമോ വല്ലതും ആണോടാ എന്ന് ഞാൻ ചോദിച്ചു. രണ്ടുപേർക്കും ഉത്തരമില്ല. നീ നിൻ്റെ മുറിയിൽ പോയിക്കോ മോനെ എന്ന് പറഞ്ഞ് അമ്മായിമ്മ അവനെ വിട്ടു. എന്നിട്ട് എന്നെ കൈ പിടിച്ച് കട്ടിലിരുത്തിയിട്ട് അമ്മായിമ്മ പറഞ്ഞു, മോളെ, ഇടി നിൻ്റെ അമ്മായിച്ചൻ അങ്ങനെ എത്ര നല്ലവനാണെന്ന് പറഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത എനിക്കുണ്ടായിട്ടില്ല. ഇപ്പോൾ അങ്ങനെ ചിലപ്പോൾ നല്ലവനായിരിക്കും, എങ്കിലും 100 ബന്ധങ്ങൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പലപ്പോഴും കാലിൽ വീണ് ഞാൻ കെഞ്ചി കരഞ്ഞിട്ടുണ്ട്, നിങ്ങളിത് മാറ്റണം, ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അപ്പോഴും ജോലിയുടെ ഹുങ്കിലും പണത്തിൻ്റെ ഹുങ്കിലും അങ്ങേർ ഒന്നും മൈൻഡ് ചെയ്തില്ല മോളെ. എൻ്റെ കൺമുൻ വെച്ച് തന്നെ ഇതേപോലുള്ള സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ എത്ര കാലമാണ് അങ്ങയുടെ കൂടെ ഞാൻ സഹിച്ച് കഴിയുക? എവിടെയെങ്കിലും പോകാനുണ്ടോ? ഒന്നുമില്ല. പ്രശ്നത്തിലായിരുന്ന എൻ്റെ തറവാട്ട് സ്വത്ത് പോലും കിട്ടിയിട്ട് 10 വർഷമായുള്ളൂ. അതിനകത്ത് എന്തെങ്കിലും വരുമാനമുള്ള കാലഘട്ടമായിരുന്നെങ്കിൽ ഞാനങ്ങ് പോയേനെ. ഇപ്പോഴാണ് അതിൽ വരുമാനമുണ്ടായത്. അപ്പോൾ ഇത്രയും കാലം ഞാൻ സഹിച്ചതൊക്കെ എന്താ മോളെ? നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ പിന്നെ ഞാൻ മടുത്തടി. പിന്നെ ഇതിപ്പോൾ അവൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ അവൻ തെറ്റുകാരനല്ല. എനിക്ക് അറിയാതെ എൻ്റെ മനസ്സ് ഉണർന്നു പോയതാണ്. ഫ്രസ്ട്രേഷൻ കൊണ്ട് ഞാൻ എന്തൊക്കെയോ നിന്നെ പറഞ്ഞിട്ടുണ്ട്. നീയും അങ്ങേരും തമ്മിൽ അങ്ങനെയൊന്നുമില്ലെന്ന് എനിക്കറിയാം. നീ നല്ലവളാണെന്ന് എനിക്കറിയാം. അമ്മ എന്നെ സുഖിപ്പിക്കണ്ട, എല്ലാം മറക്കാൻ വേണ്ടിയിട്ടല്ലേ. മോളെ, നീ ഒരു പെണ്ണല്ലേ, നിനക്ക് മനസ്സിലാകില്ലേ? നിൻ്റെ ഭർത്താവ് മാത്രമാണ് വലിയ ആളെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നിൻ്റെ മനസ്സ് പലപ്പോഴും ചിന്തകളിലെങ്കിലും പാളിപ്പോകാറില്ലേ മോളെ? പറയൂ, നിൻ്റെ സ്വപ്നകാമകൻ നിൻ്റെ ഭർത്താവായിരുന്നോ? സ്വപ്ന പുരുഷൻ ഭർത്താവായിരുന്നോ? പറയടി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ഉത്തരമില്ലാതായി. അതേപോലെയാണ് മോളെ, എവിടെയും നമ്മൾ ചാഞ്ചു പോകും, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവസാനം കഥകൾ പറഞ്ഞ് അമ്മായിമ്മ എൻ്റെ മനസ്സ് മാറ്റിയെടുത്തു. ഞാൻ ആരോടും പറഞ്ഞില്ല ആ വീട്ടിൽ അങ്ങനെയൊരു സംഭവം നടന്നത്. ഞങ്ങൾക്ക് 3 പേർക്ക് മാത്രമേ അറിയാനുള്ളൂ. പക്ഷേ ആ കാഴ്ച എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. ഞാൻ കണ്ട PhD എടുക്കുന്ന കാഴ്ച എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇത്രയും സുന്ദരനായൊരു പയ്യൻ. എല്ലാം കൂടി കൂട്ടി വായിച്ചു കഴിഞ്ഞപ്പോൾ നിദ്രാവിഹീനങ്ങളല്ലോ അവളുടെ രാവുകൾ എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു ഞാൻ.
കണ്ടത് എന്തായാലും ബഹുത്തച്ച മെച്ചം എന്ന് എൻ്റെ മനസ്സ് പിന്നെയും പിന്നെയും വിളിച്ചു പറഞ്ഞു. അമ്മായിയമ്മയോട് എനിക്ക് അസൂയ തോന്നി. എത്ര പെട്ടെന്നാണ് അവർ വാരിക്കുഴി കുഴിച്ച് ചെക്കനെ അതിലേക്ക് വീഴ്ത്തിയത്. ഞാനാണെങ്കിൽ അവനെ ശ്രദ്ധിച്ചത് പോലുമില്ല. ഭർത്താവിൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് വിചാരിച്ച് ഞാൻ കഴിഞ്ഞു. എനിക്ക് കിട്ടിയത് 10 രൂപയുടെ ഒരു കപ്പ് ഐസ്. പക്ഷെ അമ്മായിയമ്മയ്ക്കോ ഒരു ഫാമിലി പാക്ക് മുഴുവനും കിട്ടി. അവർ സന്തോഷവതിയാണ്, അവരാണ് ഭാഗ്യവതി. എനിക്ക് ഒന്നും അടിച്ചില്ല. അവർക്ക് ലോട്ടറി എടുക്കാതെ ബമ്പറടിച്ചു. എൻ്റെ മനസ്സ് കലങ്ങി മറിയാൻ തുടങ്ങി. പിന്നീട് ഞങ്ങൾ 3 പേരുമുള്ളപ്പോൾ പലപ്പോഴും അമ്മായിയമ്മയ്ക്ക് വലിയ സാന്ദ്രമായി. ഇതെൻ്റെ കണ്ണിൽ അസൂയയുടെ അലകൾ ഉണ്ടാക്കിയായിരുന്നു. ഞാൻ ഒരു ദിവസം അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനിയെങ്കിലും അമ്മയ്ക്ക് ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കൂടെ, ഇതങ്ങ് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു. ഉടനെ അമ്മായിയമ്മ എന്നോട് ചോദിച്ചു, സത്യം പറയടി, നിനക്കിതൊക്കെ കാണുമ്പോൾ അസൂയയില്ലേന്ന്. ഞാൻ പറഞ്ഞ അസൂയയല്ല, ഇതൊന്നും ശരിയാകില്ലെന്നും. ശരിയായിക്കോളും, അവനും എനിക്ക് ഓക്കെയാണ്, നീ എൻ്റെ കൂടെ നിന്ന് തന്നാൽ മതിയെന്ന്. ഞാൻ ചോദിച്ചു, ഞാൻ എന്തിനും നിങ്ങളോട് നിൽക്കണം? അത് ശരിയാണ്, നിനക്ക് നിൽക്കേണ്ട യാതൊരു ബാധ്യതയുമില്ല. പക്ഷേ നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൂടെ നിന്നുകൂടെ? ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്കൊരാവശ്യമില്ല. എന്നാലും മോളെ, ആവശ്യം വരുമോ എന്ന് നീ മനസ്സിലൊന്ന് ചിന്തിക്കൂ. എന്നിട്ട് നീ ഇത് പുറത്ത് പറയണോ കൂട്ടു നിൽക്കണ്ടയോ എന്ന് തീരുമാനിക്കൂ. നിനക്കെന്തെങ്കിലും ആവശ്യം തോന്നുകയാണെങ്കിൽ, ആവശ്യം വരികയാണെങ്കിൽ അമ്മയോട് പറയൂ. നിന്റെ കണ്ണിൽ കാണുന്ന അസൂയ അമ്മയ്ക്കില്ല. അമ്മ എല്ലായിടത്തും സഹകരണ മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുന്നവളുമാണ്. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ അത് പറ്റിയില്ല, അത്ര മാത്രമേ ഉള്ളൂ എന്ന് അമ്മായിമ്മ പറഞ്ഞു. നിനക്ക് ആവശ്യങ്ങളുള്ളപ്പോൾ എന്നോട് വന്ന് ലജ്ജയില്ലാതെ പറയണം. അപ്പോൾ ഞാൻ അംഗീകരിക്കും. അല്ലാതെ നീ എന്ത് കാണിച്ചാലും ഞാൻ ഇനിയൊന്നും പറയില്ല. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്നല്ലേ ഉള്ളൂ. പ്രശ്നമില്ല, ഞാൻ പോയിക്കോളാം. എൻ്റെ വസ്തു വിറ്റിട്ടാണെങ്കിലും ഞാൻ ഇനി രക്ഷപ്പെടടി. പക്ഷെ നീ ജാട എടുക്കരുത്. ആവശ്യങ്ങളുണ്ടെങ്കിൽ എന്നോട് പറയുക തന്നെ വേണം. ഞാൻ നിൻ്റെ കൂടെ കാണുമെന്ന് പറഞ്ഞു. എനിക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. അമ്മ പിന്നീട് ഒരു വിഷയം മിണ്ടുന്നില്ല. അമ്മ അവിടെ നന്നായി അർമാദിക്കുന്നു. എനിക്കാണെങ്കിൽ ഉറക്കവുമില്ല. ഒരു ദിവസം ഗതികെട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, ഇനി എനിക്ക് പറ്റില്ല. അമ്മ പറഞ്ഞ് സഹകരണ പ്രസ്ഥാനത്തിലേക്ക് ഞാനും കൂടുകയാണ്. എനിക്കും മറുകരയ്ക്ക് പോകണമെന്ന്. അപ്പം അമ്മ പറഞ്ഞു, മറുകരയ്ക്ക് പോകാൻ നിന്നെ സഹായിക്കാൻ പറ്റിയ ആൾ തന്നെയാണ് മോളെ. നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. എൻ്റെ മോൻ, എൻ്റെ ഭർത്താവ് രണ്ടിനേക്കാളും മെച്ചമാണ് മോളെ ഈ വരുന്ന PhD എന്ന് പറഞ്ഞിട്ടാണ് അമ്മായിയമ്മ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ആക്കിയത്. പിന്നെ അമ്മായിമ്മയാണല്ലോ എല്ലാറ്റിൻ്റെയും സൂത്രധാര. ചെക്കനാണെങ്കിൽ ഒരു തഞ്ചാവൂർ ബൊമ്മ മാത്രം, തല നന്നായി ആട്ടും. അമ്മായിമ്മ പറഞ്ഞതുകൊണ്ട് അവൻ തല മാത്രമല്ല, അവന് എല്ലാ കാര്യങ്ങളിലും അഗ്രഗണ്യനാകാനുള്ള വിദ്യകൾ ഉപദേശിച്ചു കൊടുത്തിരുന്നല്ലോ അമ്മായിമ്മ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഗുണം ആവോളം അനുഭവിക്കാൻ പറ്റി. എനിക്കും അപ്പോൾ മനസ്സിലായി, അമ്മായിമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തമാക്കി അഭിമാനിക്കാൻ നമ്മൾ ഒരിക്കലും സദാചാരം പറഞ്ഞുകൊണ്ടിരിക്കരുത്. അതൊക്കെ പലപ്പോഴും നമുക്ക് നഷ്ടങ്ങളെ വരുത്തുകയുള്ളൂ. കിട്ടുന്ന സമയത്ത് കിട്ടുന്ന വഴിയിൽ പോയാൽ ചിലപ്പോൾ നമുക്ക് സ്വർണ്ണഗോപുരം കിട്ടിയേക്കും. അതേ അവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ടെസ്റ്റാണിത്. സന്തോഷം, സമാധാനം. എൻ്റെ മോൻ വരുമ്പോൾ നീ കൂടുതൽ സ്നേഹിക്കണം, എങ്കിൽ മാത്രമേ നിനക്ക് നിലനിൽക്കാൻ പറ്റൂ, അല്ലെങ്കിൽ സംശയമാകുമെന്ന് പറഞ്ഞു. അത് ഞാൻ മുഖവിലേക്കെടുത്ത് ഭർത്താവ് വരുമ്പോൾ നയപരമായി സ്നേഹപ്രപഞ്ചം ഞാൻ ഒഴുക്കി വിട്ടു. മാഡം, ഇപ്പോൾ എല്ലാ കഥകളിലും പറഞ്ഞതുപോലെ ഇത്രയും നാൾ എന്ത് പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്? എന്താണോ എല്ലാവരും വെയിറ്റ് ചെയ്തത്? ആ റിസൾട്ട് കിട്ടിയിരിക്കുന്നു. ആ റിസൾട്ട് വന്ന വഴി എനിക്കും അമ്മായിമ്മയ്ക്കും പിന്നെ ചെക്കന് മാത്രമേ അറിയൂ. എന്തായാലും എല്ലാം വളരെ ശാന്തമായി പോവുകയാണ്. എന്നാലും എനിക്ക് റിസൾട്ട് ഓർത്ത് ഇത്തിരി ഭീതിയുണ്ട്. പക്ഷേ ആ സമയത്താണ് മാഡത്തിൻ്റെ ഒത്തിരി വീഡിയോ ഞാൻ കേട്ടത്. സമാനമായ അനുഭവമുള്ള ഒത്തിരി ആളുകളുണ്ടല്ലോ മാഡം. അതെനിക്ക് ശക്തി പകരുന്നു. ഞാൻ എല്ലാം മാനേജ് ചെയ്യുമെന്ന് മനസ്സിൽ വിചാരിക്കുന്നു. ഞാൻ ഈ കഥ പറഞ്ഞത് കേട്ട് ഞാൻ ഏതോ നല്ലവളാണ്, വാദിക്കുകയാണ് എന്നൊന്നും പറയുന്നില്ല. എൻ്റെ സാഹചര്യം അതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒഴുക്കിനെതിരെ നീന്താതെ ആ ഒഴുക്കിനൊപ്പം പോയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നല്ലവളാണെന്നോ നല്ല കഥയാണെന്നോ ഞാനും അമ്മായിമ്മയും ഇവിടെ നല്ല ഗാഥകൾ രചിക്കുകയാണെന്നോ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ കഥ മാഡം വായിച്ചു കേൾക്കുന്നത് എനിക്ക് സന്തോഷമാണ്. അതുകൊണ്ടാണ് ഈ മെയിൽ അയക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കഥയിലെ ശരിയും തെറ്റുമെന്നും ഞാൻ കൂടുതൽ ഇനി വിസ്തരിക്കേണ്ട കാര്യമില്ല. ഈ കഥ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു. അതിൽ തെറ്റ് ശരിയും മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളാണെങ്കിലും കഥകളാണെങ്കിലും അത് ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക.
ചിലപ്പോൾ രസമുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ രസം കാണില്ല, അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നിടത്ത് രസങ്ങളും കാണാം. ജീവിതം വളരെ വൈവിധ്യം നിറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്കൊന്നിനും ഒരു പ്രത്യേക നിയമങ്ങളോ നീതിയോ ഒന്നും ചില സമയത്ത് കൽപ്പിക്കാൻ പറ്റില്ല.